ഗലീലിയയിലെ നസ്രത്തിൽ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യോസഫിന്റെ പ്രതിശ്രുത വധുവും കന്യകയുമായ മറിയയുടെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ചു. കൃപ ലഭിച്ചവളെ, ആനന്ദിക്കൂ, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. അതിശയത്തോടെ ഭയചകിരിയായി അവൾ നിൽക്കവേ ആ ശബ്ദം പിന്നെയും കേൾക്കുകയായി. മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവത്തിന്റെ പ്രസാദപാത്രമായിരിക്കുന്നു. കണ്ടാലും നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് നീ പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദൈവത്തിന്റെ സിംഹാസനം അവന് കർത്താവായ ദൈവം നൽകും. അവൻ യാക്കോബിന്റെ ഭവനത്തിൽ എന്നെന്നും ഭരണം നടത്തും. അവന്റെ രാജ്യം അനന്തമായിരിക്കും. വിസ്മയത്തോടെ നിഷ്കളങ്കമായി അവൾ ചോദിച്ചു, എനിക്ക് പുരുഷ സംസർഗമില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? മാലാഖ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നിൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവാഹിക്കും. അതുകൊണ്ട് പിറക്കാനിരിക്കുന്ന ശിശു പരിശുദ്ധനെന്ന് ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയായി വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഇതാ ഞാൻ, കർത്താവിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ എനിക്ക് സംഭവിക്കട്ടെ. യൂസഫിനെ വിവാഹം ചെയ്തു മറിയം. മാലാഖ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ തീരുമാനം നടപ്പിലായി. മറിയയുടെ ഉദരത്തിൽ ദൈവപുത്രൻ വളരുവാൻ തുടങ്ങി. ബെത്ലഹേമിലേക്ക് പലായനം ചെയ്ത ആ ദമ്പതികൾക്ക് ഒരു പുൽക്കൂട്ടിൽ ദൈവപുത്രന് ജന്മം നൽകേണ്ടി വന്നു. ദൈവത്തിന്റെ മാലാഖ ആ സന്ദേശം ആട്ടിടയരെ അറിയിച്ചു. നിങ്ങളുടെ രക്ഷകൻ അവതരിച്ചു കഴിഞ്ഞു. ലോകത്തിനു മുന്നിൽ സമാധാനത്തിന്റെ, ശാന്തിയുടെ സന്ദേശവുമായി അവതരിച്ച യേശുവിൻ്റെ പിറന്നാൾ. അതെ, ഡിസംബർ 25. മല്ലുവിഷനിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മുന്നിലും ആ സമാധാനത്തിന്റെ സന്ദേശവാഹകന്റെ ജനനത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ഈ സുദിനത്തിൽ എല്ലാ മല്ലുവിഷൻ കൂട്ടുകാർക്കും മല്ലുവിഷന്റെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം മറ്റു കൂട്ടുകാരുടെ ആശംസകൾ ചിലത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. അതിനു മുൻപ് ആദ്യം നമുക്കൊരു സോങ് കേൾക്കാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ
വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. മടങ്ങി വരാം ക്രിസ്മസ് ആശംസകളിലേക്ക്. നമ്മുടെ വീടുകളും വീഥികളും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും കൊണ്ട് മനോഹരമായി അലങ്കൃതമായിരിക്കുന്ന ഈ വേളയിൽ, കുടുംബാംഗങ്ങളുടെ ഒന്നുചേരലിൽ ചിരിയുടെയും സന്തോഷത്തിൻ്റെയും പൂത്തിരികൾ നിറഞ്ഞിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ME കൂട്ടുകാർ കുറച്ച് ആശംസകൾ കൈമാറിയാൽ അവ സന്തോഷത്തോടെ നിങ്ങൾ ഏറ്റുവാങ്ങുമെന്നറിയാം. അതിൽ ആദ്യത്തെ ആശംസ നമുക്ക് കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആൻ ഫോർ യുവർ. മല്ലുവിഷൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. മല്ലുവിഷനിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസും അതോടൊപ്പം ഒരു നല്ല പുതുവർഷവും വിഷ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഈ ശബ്ദം നിങ്ങൾക്ക് അപരിചിതമല്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഞാൻ നിങ്ങളുടെ ബിൻസു. നിങ്ങളെല്ലാവരും MVയിലെ ഗെയിംസ് എൻജോയ് ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു ആൻഡ് ഫോർ യുവർ ഹണി ആൻഡ് ബിൻസു. അത്തരങ്ങളിൽ നിന്നും അടർന്നു വീണ വെറും വാക്കുകളല്ലേ ഇതെന്നറിയാം. മല്ലുവിഷനിലെ സൗഹൃദത്തിനും ബന്ധങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലുള്ള വലിയ സ്ഥാനങ്ങളുടെ ചെറിയ വെളിപ്പെടുത്തലുകൾ എന്ന് മാത്രമേ ഞാൻ ഇതിനെ കാണൂ. കുറച്ച് ആശംസകൾ കൂടെ കേട്ടാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയെങ്കിലും നന്നാവുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ പുതുവർഷത്തെ കാത്തിരിക്കുന്നത്. ഇത്തവണ എന്തരായിത്തീരുമോ എന്തോ. മല്ലുവിഷനിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുന്നതോടൊപ്പം പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും മറന്ന് നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിൻസ്. ഞാൻ രാപ്പാടി. എല്ലാ മല്ലുവിഷൻ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. A warm hello to all my friends at MV. This is Sina wishing you a Merry Christmas and a blessed 2014. താങ്ക് യു പ്രിൻസ്, രാപ്പാടി ആൻഡ് സീന. മല്ലുവിഷൻ്റെ ആശംസകൾ അങ്ങോട്ടും അറിയിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ഈ ലോകത്ത്. കന്യകയായ മറിയം ഉണ്ണിയേശുവിന് ജന്മം നൽകിയതുപോലെ അവൻ വിചാരിച്ചാൽ പുതിയവ സൃഷ്ടിക്കാനും പഴയതിനെ ഉന്മൂലനം ചെയ്യാനും കഴിയും. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മളൊക്കെ പള്ളിയിൽ പോകണമെങ്കിലും അമ്പലത്തിൽ പോകണമെങ്കിലും എല്ലാവരും ഒരു വിശേഷ ദിവസം വരണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമകരമായ സാഹചര്യമോ സംഭവമോ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവത്തെ ഓർക്കൂ. ചിലർക്ക് ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നാലും കണ്ണുകൾ അടഞ്ഞിരുന്നാലും ചിന്തകൾ നാളെ ചെയ്യേണ്ടതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്നലെ ചെയ്തതൊക്കെ ആയിരിക്കും. നന്നായി പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായി മനസ്സുകൾ അവനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി നമുക്കൊരു ഗാനം ആസ്വദിക്കാം.
പൊന്നൊലിവുകൾ ഞങ്ങൾ പാടുമങ്കണങ്ങൾ പൂക്കളങ്ങളായി മലരിൻ കൈകളിൽ തേൻകുടം. വീണ്ടും ആശംസകളിലേക്ക്. വീടിന് മുന്നിൽ ഒരുക്കിയ പുൽക്കൂടുകൾ അലങ്കരിച്ച് ഉണ്ണിയേശുവിൻ്റെ രൂപം അതിലേക്ക് കിടത്തുമ്പോൾ ഓർക്കുക, ഇതുപോലെ ഒരു ചെറിയ പുൽക്കൂടിൽ നിന്നാണ് അദ്ദേഹം ലോകത്തിലെ സകല മനുഷ്യരുടെയും മനസ്സുകളിലേക്ക് എത്തിച്ചേർന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എവിടെ ജീവിക്കുന്നുവെന്നോ എത്ര നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നതിലോ അല്ല കാര്യം. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നമ്മൾ ചേക്കേറാനും പുറന്തള്ളപ്പെടാനും കാരണമാകുന്നത്. ഒരിക്കലും ഒരു ക്രിസ്തുവാകാൻ നമുക്കാവില്ല. കാരണം അദ്ദേഹത്തിന് തുല്യൻ അദ്ദേഹം മാത്രം. പക്ഷേ ആ വാക്കുകളനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ഇടയനാവാൻ നമുക്ക് കഴിയില്ലേ? ആവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സോങ് നമുക്ക് കേൾക്കാം. അതിനെ തുടർന്ന് കുറച്ച് ആശംസകൾ കൂടെ കേൾക്കാം. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകി നീ. ബലിദാനമായിതാ തിരുജീവനേകി നീ. കേഴുന്നു ഏകാകി ഞാൻ നാഥാ നീ കനിയില്ലയോ. കണ്ണീരും തൂകുന്നിതാ രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ.
രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഞാൻ നിങ്ങൾക്കേവർക്കും പ്രിയപ്പെട്ട നിങ്ങളുടെ സ്മോൾ വായ്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മല്ലുവിഷൻ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. എല്ലാ മല്ലുവിഷൻ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട തരികിട. ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ ക്രിസ്മസ് വേളയിൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. മല്ലുവിഷൻ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ക്രിസ്മസ് ആശംസകൾ. തടിയൻ. ദൈവപുത്രൻ്റെ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. ഈ സുദിനത്തിൽ മല്ലുവിഷനിലെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. കൂടെ ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഞാൻ തന്തു. താങ്ക് യു സ്മോൾ വൈറ്റ് തരികിട തടിയനാൻ തന്തോന്നി. ഞങ്ങളും ആശംസകൾ നിങ്ങൾക്കും കുടുംബത്തിനും അറിയിക്കുന്നു. ക്രിസ്മസ് ആയാലും ഏത് വിശേഷ ദിവസമായാലും നമ്മൾ ഒരുക്കുന്ന സദ്യകളുടെ സുഗന്ധം വിശക്കുന്നവൻ്റെ വയറിലെ തീയാവുമെങ്കിൽ അതണയ്ക്കാനുള്ള നല്ല മനസ്സും നമുക്കുണ്ടാവണം. ഉണ്ണിയേശുവിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും സമാധാനവും ശാന്തിയും എന്ന വാക്കുകൾക്ക് ഒരു പുതിയ പരിമളവും അർത്ഥവും വ്യാഖ്യാനവും നൽകിയിരിക്കുന്നു. എങ്കിലും ഇന്ന് നമുക്കത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം വിശകലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു നാമമാത്ര പ്രാർത്ഥനയിൽ ഈ ദിവസം ഒതുക്കാതെ വിഭവസമൃദ്ധമായൊരു സദ്യയുടെ ആലസ്യത്തിൽ ഈ ആഘോഷം അവസാനിപ്പിച്ചിടാതെ ലോകസമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വയം ചിന്തിച്ച് ചെയ്യുക എന്ന ഓർമ്മപ്പെടുത്തലോടെ വിടവാങ്ങുന്നു. നന്ദി. എൻ്റെ എളിയ വിശ്വസിത. നന്മയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായ ഈ ക്രിസ്മസ് ദിനത്തിൽ എല്ലാ മലയാളി കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. തണുത്തു വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ നാട്ടിൽ നിന്നും കുറച്ചു പേരുടെയെങ്കിലും പ്രിയപ്പെട്ടവളായ ചാരു.